ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് എന്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താണെന്ന് നോക്കാം. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈക്ക് ഒരു ഡെഫിനേഷനാക്കി നമുക്ക് പറയാൻ പറ്റുക? നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആക്കി എന്താ പറയുക? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്തായിരിക്കും? In this case, the law of supply states that when the price of commodity increases and its supply also will increases. അല്ലേ, നമ്മൾ ലോ ഓഫ് സപ്ലൈ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലൈ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യും? ഡിക്രീസാണ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ സപ്ലൈൻ്റെ കേസിൽ ലോ ഓഫ് സപ്ലൈ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ its supply also will be increases, and when the price of the commodity decreases, its supply also will decreases. But this law is only in the qualitative statement അല്ലേ. ഈ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ ഡിഗ്രി ഓഫ് ചേഞ്ച്. എത്രത്തോളം ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്ത് പറയില്ല, ഈ ലോ ഓഫ് സപ്ലൈ പറയുന്നില്ല. ഓക്കെ, so it does not measure the degree of change in the quantity of supply of a commodity due to change in its price. പ്രൈസ് മാറിയതിനനുസരിച്ചിട്ട് എത്രത്തോളം സപ്ലൈയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ത് പറയുന്നില്ല, നമ്മുടെ ലോ ഓഫ് സപ്ലൈ പറയുന്നില്ല. അതിന് വേണ്ടിയിട്ട് പുതിയൊരു മെഷർമെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ദി സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ദാറ്റ് മീൻസ് to the extent to which the supply of the product increases or decreases as a result of the change in its price. ഓക്കെ, പ്രൈസ് മാറുന്നതിനനുസരിച്ച് എത്രത്തോളം ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് മനസ്സിലാക്കുന്ന ഒരു ഐറ്റാണ് ഏത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആസ് എ പ്രൊഡക്റ്റ് ഡ്യൂ ടു change in its price is known as price elasticity of supply. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയിരുന്നു. ആ ക്വാണ്ടിറ്റി ഡിമാൻഡിന് പകരം നമ്മൾ ഡിമാൻഡിൻ്റെ കേസിൽ ഡിമാൻഡ് ആയിരുന്നു, ഇവിടെ സപ്ലൈക്ക് പകരം സപ്ലൈൻ്റെ കേസിൽ സപ്ലൈഡ് ആയിരിക്കും. ഓക്കെ, സോ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി പ്രൈസ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്, ഇലാസ്റ്റിക് ഓഫ് സപ്ലൈ ഈക്വൽ ടു യൂട്ടിലിറ്റി ഉണ്ട്, റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്, ആൻഡ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് us see some view on them. First one, perfectly elastic supply. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയിൽ എന്താണ് പറയുന്നത്? വെൻ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ദി സപ്ലൈ വിത്തൗട്ട് എനി ചേഞ്ച് ഓർ ലിറ്റിൽ ചേഞ്ച് ഓർ ഇറ്റ്സ് പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൈസിൽ എന്താവുന്നില്ല, ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, എന്നാൽ സപ്ലൈയിൽ എന്തുണ്ട്? ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ് ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ വെൻ ദ സപ്ലൈ ഫോർ എ പ്രോഡക്റ്റ് ചേഞ്ചസ്, ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഈവൻ വെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്, ഇറ്റ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, ഇവിടെ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, that is, in practical life there is no commodity whose supply is perfectly elastic. Okay, in this case of the perfectly elastic supply, the elasticity is infinite. Okay, elastic supply എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റ് ആയിരിക്കും. Okay, so in this given graph, even though there is a price remain the same, so the supply is changes. So the supply curve is a horizontal and a straight line. അല്ലേ, ഇവിടെ സപ്ലൈ കർവ് എന്താണ്? ഹൊറിസോണ്ടലായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോവാണ് അല്ലേ. പ്രൈസ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ് ഈ സിറ്റുവേഷനിൽ. ഓക്കെ, ദെൻ അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈയിൽ എന്താണ് പറയുന്നത്? വെൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഇസ് മോർ ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, if the price of the commodity increases by 10% and the result of its supply, its commodity increases by 20%, it is called relatively elastic supply.
Okay, when the proportionate change in the supply is more than the proportionate change in its price, it's known as relatively elastic supply. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പ്രൈസിനെക്കാട്ടും കൂടുതലായിട്ട് എന്ത് ചെയ്യുക? സപ്ലൈ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10% ആണ് നമ്മളെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈ എത്ര ഇൻക്രീസ് ചെയ്യുക? 20%. അതിൻ്റെ ഇരട്ടിക്ക് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അത് സിറ്റുവേഷൻ, ആ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിക് പറയുന്ന പേരാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ കാണാം. Okay, the supply curve നമുക്ക് കാണാം. Here the proportionate change in the quantity of supply is more than the proportionate change in its price. അതാണ് നമ്മുടെ സപ്ലൈ കർവ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്നും ഇതിനറിയപ്പെടും, അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്നും അറിയപ്പെടും. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ദിസ് ഈസ് എ സിറ്റുവേഷൻ വേർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ സപ്ലൈ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, എത്രത്തോളമാണ് പ്രൈസിൽ ചേഞ്ച് ആവുന്നത് അതേമാതിരി തന്നെ എന്തെങ്കിലും ചേഞ്ച് ആവും, സപ്ലൈയിലും ചേഞ്ചസ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്ററി അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10% പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്ത് ഇൻക്രീസ് ചെയ്യുക? സപ്ലൈ 10% തന്നെ ഇൻക്രീസ് സംഭവിക്കുക. ആ സിറ്റുവേഷനാണ് ഏത്? ഇലാസ്റ്റിസിറ്റി സപ്ലൈ ഈക്വൽ ടു യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ എന്തും കൂടി പറയും യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇലാസ്റ്റിസിറ്റി സപ്ലൈ ഈക്വൽ ടു യൂട്ടിലിറ്റി ക്ലിയർ ആണോ? ഈക്വൽ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യുക? രണ്ടും ചേഞ്ചസ്, പ്രൈസിൽ ഈക്വൽ പ്രൊപ്പോർഷൻ, ദെൻ സപ്ലൈയും ഈക്വൽ പ്രൊപ്പോർഷനിൽ നമ്മുടെ സപ്ലൈ ഇലാസ്റ്റിസിറ്റിയിൽ മാറ്റം വരുന്ന ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്ററി അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് വേറെ ഒരു പേരിലും അറിയപ്പെടും, ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, വെൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പറയുന്നത് പ്രൊപ്പോർഷൻ, വെൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് ലെസ് ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി പ്രൈസ്. പ്രൈസ് കൂടിയിട്ടുണ്ടാവും, പക്ഷെ അത്ര കണ്ട് എന്ത് കൂടിയിട്ടുണ്ടാവില്ല? സപ്ലൈ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇത് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 10% പ്രൈസിൽ മാറ്റം വരികയാണ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ 10% മാറ്റം വരികയാണ്, എന്നാൽ സപ്ലൈ എത്രത്തോളം മാറും? അതിൻ്റെ പകുതിയായിട്ട് കുറയും, 5% മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇത് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അടുത്തതാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈയിൽ എന്താണ് പറയുന്നത്? പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ പറയുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ മീൻസ് ദാറ്റ് ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് വിൽ നോട്ട് ബ്രിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദി സപ്ലൈ. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഏത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏത്? പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ. നേരത്തെ ഒരു ഡിമാൻഡ് കർവ് ഏത് ലൈനേനി? ഹൊറിസോണ്ടൽ ലൈന് അല്ലേ? എന്നാൽ ഇവിടെ എന്താ വെർട്ടിക്കൽ ലൈനാണ് ഏത്? പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈയിൽ സപ്ലൈ കർവ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്താണ് പറയുന്നത്? ചേഞ്ച് ഇൻ ദ പ്രൈസ് വിൽ നോട്ട് ബ്രിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദി സപ്ലൈ. പ്രൈസിൽ മാറ്റം വരുന്നുണ്ട്, കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, പക്ഷേ എന്ത് മാറുന്നില്ല? സപ്ലൈ കർവിന് വ്യത്യാസം വരുന്നില്ല, ഒരേ ലെവലിൽ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ആ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ഇത് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്കത് എല്ലാതും കൂടി 5 സപ്ലൈ കർവും കൂടി ഒരൊറ്റ ഗ്രാഫിൽ ഷോൺ ചെയ്തതാണ് ഇത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ജസ്റ്റ് ഓരോന്നും നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ S1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് സൂചിപ്പിക്കുന്നത് ഏതാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണ്. ദെൻ S2 റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ദെൻ അങ്ങനെ ഓരോ ഐറ്റങ്ങൾ നോക്കുക, ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് മൊത്തത്തിലൊന്ന് ഷോ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈന് മെയിനായിട്ട് 3 മെത്തേഡാണ്. ഇതിൽ ഒരു മെത്തേഡ് വിട്ടുപോയിട്ടുണ്ട്, അതെന്താണെന്ന് പറയാം. ഫസ്റ്റ് വൺ, മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ പറഞ്ഞത് ദർ ഈസ് എ മെയിൻലി 2 മെത്തേഡ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ദേ മേ ബി ബ്രീഫ്ലി ഡിസ്കസ്ഡ് ഇൻ വി ക്യാൻ ഈച്ച് ആൻഡ് എവരി വൺ. ഫസ്റ്റ് വൺ, പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ, geometric method or point method. Okay, first one we can discuss, it is percentage method or proportionate method.
ഓക്കെ, പെർസെൻറ്റേജ് മെത്തേഡിനെ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് എന്ന് പറയും. ഈ മെത്തേഡ് എന്താണ് പറയുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് മെഷേർഡ് ബൈ ഡിവൈഡിങ് ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ബൈ ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, എത്രത്തോളമാണ് സപ്ലൈയിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അതേ ഡിവൈഡഡ് ബൈ എത്രത്തോളം ഏത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പ്രൈസിൽ മാറ്റം വന്നിട്ടുണ്ട്, അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഏത് കാണുന്നത്? പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണുന്നത്. ഓക്കെ, ഇഫ് ദ റിസൾട്ട് ദിസ് കാൽക്കുലേഷൻ ഈസ് മോർ ദാൻ 1, നമുക്ക് കിട്ടിയിട്ടുള്ള കാൽക്കുലേഷൻ എന്ന് കിട്ടിയിട്ടുള്ളത് ഒന്നിനേക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയും. ഓക്കെ, ബട്ട് ഇൻ ദ റിസൾട്ട് ഈസ് 1 ഈക്വൽ ടു 1, ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് പ്രകാരം 1 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്ററി ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി പ്രൈസ്. ഓക്കെ, അതാണ് ഇവിടെ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് ജോമെട്രിക് മെത്തേഡ് ഓർ പോയിൻ്റ് മെത്തേഡാണ്. ഓക്കെ, ജോമെട്രിക് മെത്തേഡിനെ എന്തും കൂടി അറിയപ്പെടും? പോയിൻ്റ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ദ സപ്ലൈ കർവ് ഈസ് ഡ്രോൺ ആൻഡ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് മെഷേർഡ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ദിസ് കർവ്. ഓക്കെ, ഒരു കർവ് വരച്ചിട്ട് അതിൽ നിന്ന് പോയിൻ്റ് കണ്ടെത്തുന്ന രൂപത്തിൽ സപ്ലൈ മെഷർ ചെയ്യുന്നതാണ് ഇത് പോയിൻ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ചെയ്ത് നോക്കുക. അവിടെ ഒന്നുമില്ല. ഒരു ഐറ്റത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് 15 അത് 10 കുറഞ്ഞു. അപ്പോൾ സപ്ലൈ അതുപോലെ തന്നെ കുറഞ്ഞു. ആദ്യം 15 രൂപ ആയപ്പോൾ നമുക്ക് എന്തായിരുന്നു? 100 യൂണിറ്റ് ആയിരുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് 10 താന്നപ്പം അത് 50 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി സപ്ലൈ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും വരില്ല, ജസ്റ്റ് ഞാനിവിടെ എക്സാമ്പിളാക്കി കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, പി ഡിവൈഡഡ് ബൈ ക്യൂ. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ എത്രയാണോ പ്രൈസ്, ആദ്യത്തെ പ്രൈസ്. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ക്യൂ ക്വാണ്ടിറ്റി അന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എത്രയാണോ അത്, ഇവിടെ 100 ആണ്, ഇൻറ്റു ഈ ത്രികോണത്തിൽ എന്താണ് അത് കാണിക്കുന്നത്? എന്തിനാണ് കാണിക്കുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ആ ഡെൽറ്റ ചിഹ്നം കാണിക്കുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇവിടെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എത്രയാണ്? 50 ആണ്. ഓക്കെ, നമുക്കിതിൽ കാണാൻ കഴിയും. ദെൻ ചേഞ്ച് ഇൻ പ്രൈസിൽ വന്നിട്ടുള്ളത് 10, 15, ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.5 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷനിൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദി കേസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണ്. ഓക്കെ, ദെൻ ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്നുള്ള മെത്തേഡും ഏതിന് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സപ്ലൈയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഇഫ് ദ ഇലാസ്റ്റിസിറ്റി ഈസ് ടു ബി മെഷേർഡ് ഇൻ ബിറ്റ്വീൻ 2 പോയിൻ്റ് ഓൺ ദി സപ്ലൈ കർവ്. സപ്ലൈ കർവിൻ്റെ 2 പോയിൻ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടിട്ട് അവിടെ മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വി യൂസ് ആവറേജ് ഓഫ് 2 പ്രൈസ് ആൻഡ് ആവറേജ് ഓഫ് 2 ക്വാണ്ടിറ്റീസ്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെയാണ് കാണാൻ. ജസ്റ്റ് എന്താണ് കോൺസെപ്റ്റ് എന്താ മനസ്സിലാക്കിയാൽ മതി. ഇക്വേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. 3 മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിലെന്താണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ദെൻ വി ക്യാൻ ഡിസ്കസ് ദ ലാസ്റ്റ് ഐറ്റം, ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ ബാധിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സപ്ലൈ ഓഫ് സർട്ടൻ ഗുഡ്സ് ഈസ് ഹൈലി ഇലാസ്റ്റിക് വൈൽ ദ സപ്ലൈ ഓഫ് അതർ ഗുഡ്സ് ഈസ് ലെസ് ഇലാസ്റ്റിക്. ഓക്കെ, സോ ദിസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗുഡ്സ്. ഓക്കെ, ഓരോ വസ്തുവിനും എന്തായിരിക്കും ഇലാസ്റ്റിസിറ്റി സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ the happens of because of elasticity of supply is determined by the variety of factors. We can discuss the important factors which may be affecting for elasticity supply. First one, time factor. ഓക്കെ, ടൈം ഫാക്ടറിനെ 2 പീരീഡായിട്ട് തിരിക്കാം. ഷോർട്ട് പീരീഡ് എന്നും ലോങ് പീരീഡ് എന്നുമായിട്ട് തിരിക്കാം. ഇൻ ദി ലോങ് ദ ടൈം പീരിയഡ് ഈസ് മോർ ഇലാസ്റ്റിക് വിൽ ബി ദി സപ്ലൈ. ഓക്കെ, സോ ദ ഷോർട്ട് പീരിയഡ് ദ മോർ ഇലാസ്റ്റിക് വിൽ ബി സപ്ലൈ. ഓക്കെ,
The supply of a commodity can be raised or reduced in long run than the short run. ഓക്കെ, ഷോർട്ട് റൺ പീരീഡിൽ റിലേറ്റീവ്ലി ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും, എന്നാൽ ലോങ് പീരീഡിൽ എന്തായിരിക്കും, മോർ ഇലാസ്റ്റിക് ആയിരിക്കും. അതാണ് ഇവിടെ ഷോർട്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഫാക്ടറായിട്ട് പറഞ്ഞിട്ടുള്ളത് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റിയാണ്. നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്, ഇഫ് ദ കമ്മോഡിറ്റി ഈസ് എ പെരിഷബിൾ ഇറ്റ് സപ്ലൈ വിൽ ബി എന്തായിരിക്കും, ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും. സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ദ സപ്ലൈ കനോട്ട് ബി റൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ബൈ ദ റൈസ് ഓർ ഫോൾ ഇൻ ദി its price. Okay, on other hand the supply of durable commodity elastic because its supply can be changed with the change in the price. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും, എന്നാൽ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, ദെൻ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കേസിൽ കോംപ്ലക്സ് ടെക്നിക്കാണ് ഒരു ഫേം യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലാസ്റ്റിക് സപ്ലൈ ഏതായിരിക്കും, ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ഫേം ആണെന്നുണ്ടെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലാസ്റ്റിക് സപ്ലൈ എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഫാക്ടറാണ് നേച്ചർ ഓഫ് ദ ഇൻപുട്ട് യൂസ്ഡ്. നേച്ചർ ഓഫ് ദ ഇൻപുട്ട് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺലി യൂസ്ഡ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും, ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, ദെൻ സ്പെഷ്യലൈസ്ഡ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ പ്രൊഡ്യൂസേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വരത്തില്ല. ഇഫ് ദ പ്രൊഡ്യൂസർ എക്സ്പെക്ട് റൈസിങ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻ ദ ഫ്യൂച്ചറിൽ ഒരു പ്രൊഡക്റ്റിന് എന്തുണ്ട്, വില കൂടുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ കട്ട് ഡൗൺ ദ പ്രസൻറ്റ് സപ്ലൈ. ഓക്കെ, ആസ് എ റിസൾട്ട് ദ സപ്ലൈ ബിക്കം ഇൻ ഇലാസ്റ്റിക്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, ഓൺ അതർ ഹാൻഡ് ഇഫ് ദ എക്സ്പെക്ട് ദാറ്റ് ദ പ്രൈസ് ടു ഫാൾ ഇൻ ദ ഫ്യൂച്ചറിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു വിചാരിക്കാൻ, അല്ലെങ്കിൽ ഫോൾ ചെയ്യുന്നു വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ദേ വിൽ ബി റൈസ് ഇൻ ദ പ്രസൻറ്റ് സപ്ലൈ. നമ്മൾ കഴിഞ്ഞ ഫാക്ടേഴ്സിൽ സപ്ലൈയുടെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഫ്യൂച്ചറിൽ വില കുറയാമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യും. ഓക്കെ, ആ ടൈമിൽ നമ്മളെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കോ ഇൻഇലാസ്റ്റിക് ആയിരിക്കോ, ഇവിടെ എന്തായിരിക്കും, ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, നാച്ചുറൽ കൺസ്ട്രൈൻസിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ദെൻ റിസ്ക് ടേക്കിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വില്ലിങ് ടു ടേക്ക് മോർ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ, റിസ്ക് ടേക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ ഇലാസ്റ്റിസിറ്റി സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അൺവില്ലിങ് ടു ടേക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, നോട്ട്സ് ഞാൻ വിടുന്നുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ലോയുടെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദിസ് കോൺസെപ്റ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ടേക്കിംഗ് ദ ബിസിനസ് ഡിസിഷൻ. ഓക്കെ, ബിസിനസ് ഡിസിഷൻ എടുക്കാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ടാക്സ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും അത് ആ കോൺസെപ്റ്റ് ഫോർമാറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഫോർ ഡിറ്റർമൈൻ ദ റിവാർഡ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ടു ഡിറ്റർമൈൻ ദ ടേംസ് ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ്, രണ്ട് കൺട്രികൾ തമ്മിൽ ടേംസ് ഓഫ് ട്രേഡ് ഏത് രൂപത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത് സഹായിക്കുന്നുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ സെക്ഷൻ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, let me conclude today's section. Thank you.